ഇല്ലാതാക്കി തന്നത്. അതിന്റെ പ്രധാനപ്പെട്ട മാർഗമായി പരിശുദ്ധ റമദാനിനെ നമുക്ക് അള്ളാഹു നൽകിയതും അതാണ്. നിസ്സാരമാക്കേണ്ട വിഡ്ഢിത്തമാണ്. ആ രഹസ്യം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം ഈ റമദാനിലൂടെ. ഒന്നും വെറുതെ പറയല്ല. ഞാനത് കിതാബിൽ കണ്ട ഇമാർത്തുകൾ മാത്രം പറയല്ല, അതിനെക്കുറിച്ചെല്ലാം സർച്ചും റിസർച്ചും ഒക്കെ ചെയ്തു അനുഭവജ്ഞാനത്തിലൂടെ ബോധ്യപ്പെട്ട സംഗതിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാകൂല. വെറുതെ കൽപ്പനകളല്ല ഞാൻ പറയുന്നത്. അനുഭവജ്ഞാനത്തിലൂടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും ആധികാരികമായ സ്വരം എന്നിൽ വരുന്നത് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കും. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ സമയം പാഴാക്കലല്ല എന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കണം. ഈ വിഷയം വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കണം. ങ്ങൾ നമ്മൾ ഏൽപ്പിച്ച ദൗത്യമാണ്. ദീനി പ്രബോധനം അതുപോലെ മക്കളിൽ നിക്ഷിപ്തമാണ്. ആ നിക്ഷിപ്തമാക്കപ്പെട്ട ആ മഹത്തായ ഉത്തരവാദിത്വം യാതൊരു നിലക്കും കളങ്കം പറ്റാത്ത നിലക്ക് കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള മഹത്തായ ഒരു ശൈലി അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ആ ഊർജ്ജം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടണം. നിസ്കാരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ, നോമ്പിലൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ. ഭക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ ആരോഗ്യപരമായ സംഗതിയാണല്ലോ. ഭക്ഷണം കുറക്കാൻ പറഞ്ഞു. ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹെർക്കല്ലാജാവ് 2 സമ്മാനം പുറത്തടിച്ചു. ഒന്ന് ശക്തനായ ഒരു അടിമ, ഒരു സർവൻ. മറ്റൊന്ന് പ്രഗത്ഭനായ ഒരു ഡോക്ടർ. സർവന്റിനെ സ്വീകരിച്ചു, ഡോക്ടറെ തിരിച്ചയച്ചു. അപ്പൊ ഡോക്ടർ ഒരു സമ്മാനം തിരിച്ചയക്കാൻ പാടില്ല, സ്വീകരിച്ചോളണം. പക്ഷെ ആ നിയമത്തെ മറികടന്നുകൊണ്ട് പോലും ഡോക്ടർ തിരിച്ചയച്ചു. രാജാവ് ചോദിച്ചു, മുഹമ്മദ് നബിയെ നിങ്ങളെന്താ എന്റെ ഡോക്ടറെ തിരിച്ചയച്ചു? അല്ല, അത് നിങ്ങളെ അപമാനിച്ചിട്ടോ അവഹേളിച്ചിട്ടോ അല്ല. ഞങ്ങളുടെ രാഷ്ട്രത്തിലെ ഡോക്ടറുകളല്ല. കാരണം ഞങ്ങളെല്ലാവരും വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറക്കാറില്ല. അതുകൊണ്ട് ഡോക്ടർ വേണം. കറക്റ്റ്. വിശക്കുമ്പോ മാത്രം ഭക്ഷണം കഴിക്കുക, കഴിക്കുമ്പോ ഭക്ഷണം വയറ് നിറക്കാതിരിക്കുക. പിന്നെ രോഗം, പിന്നെ അവന്റെ രോഗം. അപ്പൊ ഭക്ഷണം കഴിക്കുന്നിടത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ തരികൾ പുറത്തു പോവാതെ സൂക്ഷിക്കണം. വായിലിട്ട ഭക്ഷണം ചവച്ചരച്ച് തുപ്പുനീര് അത് ചേരാനാണ് ചവച്ചരക്കാൻ പറഞ്ഞത്. കാരണം തുപ്പുനീര് ദഹന പ്രക്രിയ ഉത്തേജിപ്പിക്കുന്ന രാസവസ്തുവാണ്. കഴിക്കുന്ന ഭക്ഷണം തുപ്പുനീരോട് കലർന്ന് വേണം വയറ്റിലേക്ക് ചെല്ലാൻ. എന്നാലേ പെട്ടെന്ന് ദഹിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഗ്യാസ് ട്രബിളും അൾസറൊക്കെ ഉണ്ടാവാൻ കാരണമാക്കിയും ശാസ്ത്രീയമായ അത് ഇറക്കിയിട്ടേ രണ്ടാമത്തെ പിടി പാടാവൂ. ഭക്ഷണത്തിന്റെ മധ്യത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല, ഒരു സൈഡിൽ നിന്ന് എടുക്കാവൂ. മാത്രമല്ല, ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തലികയെ വളരെ ക്ലിയറാക്കി അതിനെ പഠിച്ചു തീർന്നിടണം. എന്നാൽ ആ ഭക്ഷണത്തലിക അവന്റെ വേണ്ടി പൊറുക്കല്ലത്തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തടിക പൊറുക്കല്ലത്തേടുന്ന വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് പറഞ്ഞതല്ലേ, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലോകത്തുള്ള സകല വസ്തുക്കളും അല്ലാഹു തആലക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. മൈക്ക് ഈ മൈക്രോഫോൺ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ഈ പേരും തസ്ബീഹ് ചെയ്യുന്നതല്ലേ, കല്ലും തസ്ബീഹുമല്ലേ. ജീവനർജി വസ്തുക്കളൊക്കെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലിരുന്നുകൊണ്ട് ചരൽക്കല്ല് തസ്ബീഹ് ചെയ്ത് സഹാബത്ത് നേരിട്ട് കേട്ടില്ലേ? സഹാബത്ത് നേരിട്ട് കേട്ടാലേ റസൂലുള്ളാഹിന്റെ കയ്യിലിരിക്കുന്ന ചരൽക്കല്ല് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് ചരൽക്കല്ല് ചൊല്ലുന്ന തസ്ബീഹ് സഹാബത്ത് നേരിട്ട് കേട്ടതല്ലേ?
ജനങ്ങളും കല്ലുകളും അല്ലാഹുവിന്റെ റസൂൽ മക്കയിലൂടെ നടന്നു പോകുമ്പോ മരങ്ങൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, കല്ലുകൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ച് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലിയത് സഹാബത്ത് കേട്ടതല്ലേ ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അരച്ച് ആ വായിൽ ചവച്ചരച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ധൃതി പാടില്ല. ഭക്ഷണത്തിന് വളരെ സ്ലോവായിട്ട് കഴിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിയയിൽ പറയുന്നു, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കരുത്, കുറെ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാം. അത് ശരി. കുറെ നേരം കഴിഞ്ഞിട്ട് ആ ഭക്ഷണം ഒരു പാകത്തിലെത്തിയിട്ട് എന്താ ഭക്ഷണം വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ ആ കഴിച്ച ഭക്ഷണം വീർക്കും വെള്ളം തരും. അപ്പൊ യാത്ര വെള്ളം വയറൊക്കെ നമ്മുടെ പുസ്തകങ്ങളൊക്കെ പറഞ്ഞു ഹിയയിൽ പറഞ്ഞ പോലെ ജീവിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഹിയാന്ന് പറഞ്ഞിട്ടാണ് അത് ലോകപ്രസിദ്ധമാണല്ലോ. അതല്ല വിഷയം, കിടക്ക് വന്നതാണ് ഞാൻ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ഈ പ്രപഞ്ചത്തിൽ സമാഹരിക്കാനുള്ള പ്രധാനപ്പെട്ട മാധ്യമമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് നാം ശക്തരാവണം. അങ്ങനെ ശക്തരായാൽ ഇച്ചഭർത്താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലും പറഞ്ഞ തടി ആരബുൽ അർവാഹെന്ന ലോകം, രണ്ടാമതും പിതാവിന്റെ മുതുകിൽ കുറെ കാലം നാം വെറും ബാക്കിയായി കൊണ്ട് കഴിഞ്ഞ കാലഘട്ടം, മൂന്നാമത് മാതാവിന്റെ ഗർഭാശയത്തിൽ നാം ജീവിച്ച കാലഘട്ടം, നാലാമത് ഭൗതിക ലോകത്തേക്ക് പ്രസവിച്ചു വീണപ്പോയി വന്ന ഈ കാലഘട്ടം. എന്നാൽ നാലും പറഞ്ഞ തടി അഞ്ചാം മുശാഹദയിൽ നാലാറ് നുള്ളിക്കൊടട. അഞ്ചാം മുശാഹദയാവുന്ന ഖബറിലേക്ക് പോകുമ്പോ 4:24 ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ഷരങ്ങൾ 12, മുഹമ്മദുർ റസൂലുള്ളാഹി അക്ഷരങ്ങൾ 12, രണ്ടും കൂട്ടുമ്പോൾ 24 ആയി. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ കലിമത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് അതിലൂടെ മരിക്കാൻ നീ ശ്രദ്ധിച്ചോ, അത് നീ അധ്വാനിച്ചോ. അതാണ് നാലും പറഞ്ഞ തടി അഞ്ചാം മുശാഹദയിൽ നാലാറ് നുള്ളിക്കൊടട. മാത്രമോ അത് നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്ത് വേണം? അതിന് നീ ബഹുമാനപ്പെട്ട ഖാദിരിയ തരീഖത്ത് മുറുകെ പിടിച്ചോ. ആഹായന്റെ കമലം അയ്യെന്ന വജ്രമിൽ കീറിത്തെളിങ്കമലരാ അവായിൽ കായിക്കും പാദം കൊണ്ടാടുകയേ. ഈ ആ രക്ഷണക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഔദുലാളം ശൈഖ് മുഹ്യിദ്ദീൻ റളിയല്ലാഹു തആല തങ്ങളുടെ തരീഖത്തെ മുറുകെ പിടിച്ചോ. അത് ഈ മാനവന പ്രദേശത്തുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലാഹു ഒരു പ്രസന്റേഷനായി കൊണ്ടുതന്നിരിക്കുകയാണ്. മഹാനായ ശൈഖുൽ മശായിഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങളെ ഈ നാട്ടിലേക്ക് അല്ലാഹു കൊണ്ടുവന്ന് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ആ തരീഖത്ത് ഈ നാട്ടുകാരായ ജനങ്ങൾക്ക് അല്ലാഹു തആല പ്രസന്റേഷനായി തന്നെങ്കിൽ അതാണ് നമ്മുടെ ഖാദിരിയ ദിക്റിന്റെ അടിസ്ഥാനം. അങ്ങനെ ആ ഔദുല്ലാമിന്റെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ തരീഖത്ത് നീ മുറുകെ പിടിച്ചോ. അങ്ങനെ പിടിച്ചാൽ നിനക്കെന്ത് നേട്ടം? ജയിക്കും ഹന്നാസനൂടെ സിരി നിന്നും ഹക്കായ ഈ അമൃതം നീയും നടി ജലാലണ്ടോ പകമില് സുഗന്ധവാതിലൂടെ താക്കോലു ഇവരല്ലടി. ജയിക്കും ഹന്നാസനൂടെ. ആ ഹന്നാസ് എന്ന് പറഞ്ഞാൽ ആ പിശാചിന്റെ ശൈത്താനിന്റെ ശറിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഇതാണ് മാർഗം. നിങ്ങൾക്ക് ഇതാണ് മാർഗം.